ഇല്ലായിരുന്നു. ഞാൻ തീരുമാനം അപ്പം തന്നെ പരസ്പരം ഉള്ള നേതാക്കന്മാരെ വിളിച്ചിരുത്തി ചർച്ച നടത്തി ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വരുന്ന അഭിപ്രായങ്ങൾ പാർട്ടി തീരുമാനമാക്കി ഞാൻ പറയാറുണ്ട്. താങ്കൾ KPCC അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് ഇത്തരം എന്തെങ്കിലും ആരോപണങ്ങൾ വന്നിട്ടുണ്ടോ? ഇല്ല, ഇങ്ങനത്തെ ഒരു ആരോപണം ഒരിക്കലും എൻ്റെ കാലയളവിൽ ഉണ്ടായിട്ടില്ല. ഇതിനെ സംബന്ധിച്ചൊരു വ്യക്തിപരമായ അഭിപ്രായം പറയുന്നതിനകത്ത് അർത്ഥമില്ല. ഈ സംഭവത്തെക്കുറിച്ച് തീരുമാനമെടുക്കേണ്ടുന്നതും അഭിപ്രായം പറയേണ്ടുന്നതും പാർട്ടിയാണ്. പാർട്ടി തലത്തിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിനെതിരായ ഒരു അലിഗേഷൻസ് വന്നാൽ ആ അലിഗേഷൻസ് എങ്ങനെ ഡീൽ ചെയ്യണമെന്നത് പാർട്ടി തീരുമാനിക്കണം. അത് സുധാകരനും VD സതീശനുമല്ല തീരുമാനിക്കേണ്ടത്, പാർട്ടി തീരുമാനിക്കണം. ആ തീരുമാനത്തിൽ ഞങ്ങളൊക്കെ വിട്ടുകൊടുത്തിരിക്കുകയാണ്. KPCC അധ്യക്ഷ പദവിയിൽ സുധാകരനായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനം വൈകുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു. ഞാൻ തീരുമാനം അപ്പം തന്നെ പരസ്പരം ഉള്ള നേതാക്കന്മാരെ വിളിച്ചിരുത്തി ചർച്ച നടത്തി ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വരുന്ന അഭിപ്രായങ്ങൾ പാർട്ടി തീരുമാനമാക്കി ഞാൻ പറയാറുണ്ട്. താങ്കൾ KPCC അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് ഇത്തരം എന്തെങ്കിലും ആരോപണങ്ങൾ വന്നിട്ടുണ്ടോ? ഇല്ല, ഇങ്ങനത്തെ ഒരു ആരോപണം ഒരിക്കലും എൻ്റെ കാലയളവിൽ ഉണ്ടായിട്ടില്ല. രാഹുലിനെതിരായി പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ആ സമയത്ത്? ഇല്ല, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. വൈകും തോറും പാർട്ടിയും കൂടുതൽ ഒരു പക്ഷേ ആ ഉത്തരം പറയേണ്ട സാഹചര്യവും കൂടുതലാണ്. അപ്പോൾ നടപടി അങ്ങനെ നീട്ടുന്നത് ശരിയാണോ? അതാ പറഞ്ഞ അതിനൊക്കെ ബന്ധപ്പെട്ട ആളുകളുണ്ട്. അവരാണ് അതിനെക്കുറിച്ചിട്ട് ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് അടിയന്തരമായും തീരുമാനം പ്രഖ്യാപിക്കണം. അത് പാർട്ടിയുടെ ഉന്നത നേതൃത്വം തീരുമാനമെടുക്കേണ്ടതാണ്. അധികം നീട്ടിക്കൊണ്ടുപോകാതെ അതിൻ്റെ പരിഹാരം ഉണ്ടാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, അതുണ്ടാവുമല്ലോ, സ്വാഭാവികമല്ലേ. ഒരു വിഷയത്തിൻ്റെ അകത്ത് ഒരു തീരുമാനം എടുക്കുമ്പം ആ സ്വാഭാവികമായും അത് എടുക്കേണ്ടുന്ന തീരുമാനമല്ലേ എടുക്കേണ്ടത്. തെറ്റായ തീരുമാനം എടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ചർച്ച നടത്തി ശരിയെന്ന് തോന്നുന്ന തീരുമാനം പാർട്ടി എടുക്കുക എന്നതാണ് ഏറ്റവും കാലോചിതമായ അല്ലെങ്കിൽ സംയോജിതമായ കാര്യം. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒരുപക്ഷെ നടപടി വന്നു കഴിഞ്ഞാൽ മാറ്റിയേക്കും. പക്ഷേ ഇങ്ങനെ ആരോപണം നേരിടുന്ന പെൺകുട്ടികളെ നിരന്തരമായി ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ MLA സ്ഥാനത്ത് തുടരാനാകും? അതൊരു ചോദ്യമല്ലേ? അല്ല, അതിപ്പോൾ അതൊക്കെ തീരുമാനിക്കേണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം വസ്തുനിഷ്ഠമായ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച നടത്തി ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിലാണ് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ. അതൊന്നും വ്യക്തത വന്നിട്ടില്ല ഇതുവരെയും. അതൊന്നും നേരെ ചൊവ്വേ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞു, ആരെങ്കിലും ആക്ഷേപം പറഞ്ഞു എന്നതല്ലാതെ അതിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷിച്ച് ഇത് ശരിയാണ് എന്നെടുക്കുക എവിടെ എത്തിയിട്ടൊന്നുമില്ല. ഇനി ശരിയാകാൻ വന്നാൽ ശരിയാണ് എന്ന് നിലക്ക് വന്നാൽ പാർട്ടി തീരുമാനം എടുക്കും. തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോവാണല്ലോ സംസ്ഥാനം. തെരഞ്ഞെടുപ്പിലേക്ക് പോവാണ് കേരളം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും സംസ്ഥാന തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അപ്പോൾ ജനപ്രതിനിധിയാണ്, പാർട്ടിയിലെ പ്രധാന പദവി വഹിക്കുന്ന ആളാണ്. അപ്പോൾ അതൊക്കെ വേഗത്തിൽ തീരുമാനമെടുക്കണ്ടേ? ജനങ്ങൾക്കിടയിൽ ഒരു എമർജൻസി ഒന്നുമല്ല ഈ കേസ്. അത്ര ഒരു എമർജൻസി ഒന്നുമല്ലല്ലോ ഈ കേസ്. പാർട്ടി നേതാക്കന്മാരുടെ സൗകര്യാർത്ഥം സംസ്ഥാന തലത്തിൽ പാർട്ടി നേതൃത്വത്തിൻ്റെ തീരുമാനപ്രകാരം ആ തീരുമാനം വരും വിത്തിൻ എ കപ്പിൾ ഓഫ് ഡേയ്സ്. ഗൗരവ സ്വഭാവമുള്ളതല്ലേ ഈ ഉയർന്ന ആരോപണങ്ങൾ ഗൗരവ സ്വഭാവം? അതൊക്കെ ഒരു ചർച്ച ചെയ്യുമ്പം അതിൻ്റെ അകത്ത് വരുന്ന റൈറ്റ് ആൻഡ് റോങ് വിലയിരുത്തുമ്പോഴാണ് ശരിയോ തെറ്റോ എന്നതിനെ കുറിച്ചിട്ട് തീരുമാനം വരിക. ഇനിയിപ്പോൾ ഇത്തരത്തിലൊരു ശരിയോ തെറ്റോ എന്നുള്ളൊരു പരിശോധനയല്ല, ഒരു പരാതികളല്ല, ഒന്നിലധികം പരാതികൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടെങ്കിൽ അത് പാർട്ടി സീരിയസ് ആയിട്ട് എടുക്കും.